ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് എന്തെല്ലാം ഗൈഡൻസ് ആണ് തരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് വാണ്ട്സ് ആണ്. അതായത് നിങ്ങൾ ആരെയോ വല്ലാതെ ആരാധിക്കുന്നു, എന്തോ ഒരു കാര്യത്തിനെ നിങ്ങൾ വല്ലാതെ അഭിനിവേശത്തോടു കൂടി ആരാധിക്കുന്നു എന്നാണ് പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. അതായത് എന്തോ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് വല്ലാത്ത അഡ്മിറേഷൻ തോന്നുന്നു എന്നാണ്. ചിലപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു പാഷനായിരിക്കാം. നിങ്ങൾ പൊടി തട്ടി എടുത്തിട്ട് നിങ്ങൾ വീണ്ടും അത് തുടർന്ന് പഠിക്കാനോ പാഷനാണല്ലോ. അപ്പോൾ ചിലപ്പം പുതിയൊരു പ്രോജക്റ്റായിട്ട് പുതിയതായിട്ട് ഇപ്പോൾ പടം പഠിക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഡാൻസ് പഠിക്കുന്നതാണെങ്കിൽ ക്ലാസ്സിന് പോകുന്നതാവാം, പാട്ട് പഠിക്കാൻ പോകുന്നതാവാം, ഇനി ഒരു പടം വരയ്ക്കുന്നതാവാം. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ വീണ്ടും നിങ്ങൾ പഴയ ആവേശത്തോടു കൂടി സമീപിക്കുന്നു എന്നുള്ളതാണ്. എന്ത് റിസ്ക് എടുത്താലും ഇനി അതിനെ ഇനിയും വിട്ട് കളയത്തില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ ചേസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാലത്ത് നിങ്ങളുടെ ഭയങ്കരമായ അഭിനിവേശമായിരുന്നിരിക്കും ഈ കാര്യം. അതൊരു വ്യക്തിയുമാകാം കേട്ടോ. ഒരു കാലത്ത് നിങ്ങളുടെ അഭിനിവേശമായിരുന്നിരിക്കാം, പക്ഷേ പോകെ പോകെ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു കാര്യമായിരിക്കാം. ഒരു പക്ഷേ അത് വേണ്ടെന്ന് വെച്ചതോ മറന്നു കളഞ്ഞതോ ആയ കാര്യമായിരിക്കാം. പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിനോട് വല്ലാത്തൊരു ഒബ്സഷൻ, വല്ലാത്തൊരു അഡിക്ഷൻ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ എന്തോ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് ഇന്ന ദിവസം വല്ലാത്തൊരു അഭിനിവേശം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് പേജ് ഓഫ് വാണ്ട്സ് പറയുന്നത്. അതൊരു പാഷനാകാം, പ്രൊഫഷനാകാം, ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു മേഖലയാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുമാകാം കേട്ടോ. ഓക്കെ, അതാണത്. സെക്കൻഡ് ഏസ് ഓഫ് സോർട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ട്, അതായത് പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നു എന്നാണ്. അതായത് ബുദ്ധിപരമായിട്ട് ബുദ്ധി ഉപയോഗിക്കേണ്ടുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്നതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്ന ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ ഇന്ന ദിവസം ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ സർജറിയൊക്കെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫറൻസ് കിട്ടിയിട്ടുള്ളവർ, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയിട്ടുള്ളവർക്ക് ഒരു സർജറിയിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഏക്കാൻ കത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മുറിവുകൾ പറ്റാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് സോർട്സ് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി അതൊരു പുതിയ തുടക്കമാണ്. അത് ഒരു പുതിയ തുടക്കം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഒരിടത്ത് ക്ലാരിറ്റി വരുന്നതോടുകൂടി നിങ്ങളൊരു പുതിയ മേഖലയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏസ് ഓഫ് സോർഡ് ആയതുകൊണ്ട് ഒരു വഴക്കിൻ്റെ കാർഡും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ധാരാളമായിട്ട് പണം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ ഇത് നമ്മൾ പിന്നിലേക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സീഡ് ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നീട് പണം വരാൻ വേണ്ടിയിട്ട് നിങ്ങളിന്ന് ഒരു പുതിയ സംരംഭം വല്ലതും തുടങ്ങാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനെ വളരെ അഭിനിവേശത്തോടു കൂടി തുടങ്ങുവാണ്. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേരിലാണ് പ്രശസ്തരാവേണ്ടത്, ഇതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വരേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ സീഡ് ഇന്നാണ് ഇടുന്നതെന്നാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ആശയം തീവ്രമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഒരു കാര്യം തുടങ്ങാമെന്ന് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ആകാം കേട്ടോ. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇത് എന്താണെന്നറിയാമോ, നമ്മളെപ്പോഴും റീഡിങ് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ കാർഡുകളെല്ലാം ഇന്നലെ, ഇന്ന്, നാളെ അങ്ങനെ നിങ്ങൾ വിചാരിക്കണേ. കാരണം എനർജി ഇൻ്റർലിങ്ക്ഡ് ആണ്. ചിലപ്പോൾ ചിലർക്ക് അത് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടാകും, ചിലർക്ക് അത് ഇന്നായിരിക്കും, ചിലർക്ക് നാളെ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കാർഡ് എടുക്കുമ്പോൾ മിക്കവാറും എനിക്കിത് ഇന്നലെ സംഭവിച്ചു പോയതാണ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. ധാരാളമായിട്ട് പണം ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട്. മണി മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യണം. മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിന്ന് പണം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. പണം വരാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിട്ടിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. അടുത്തത് 8 ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങൾ ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ
നിങ്ങൾ തീരുമാനം എടുക്കാൻ തയ്യാറല്ല, നിങ്ങൾ ഒരു കാര്യവും ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ ഇത് വീണ്ടും സോഡ് എനർജിയാണ്. ഇത് വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയ ആളുകളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി പരസ്പരം അകന്നു പോയിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങളാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ആരെങ്കിലും ആകാം, ഒരു സാഹചര്യത്തിനെ ആവാം, ആളുകളായിരിക്കും നിങ്ങളിലേക്ക് അടുക്കാൻ സമ്മതിക്കാതെ നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളെയോ ഒക്കെ നിങ്ങൾ ഇന്നേ ദിവസം തീരുമാനം എടുക്കാൻ തയ്യാറല്ല, നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണ് തുറന്ന് സത്യാവസ്ഥ കാണാം, നിങ്ങൾക്ക് കൈയൊക്കെ അഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെതിരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആക്ഷൻ എടുക്കാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ ബൗണ്ടറി ഇട്ടിട്ട് ഒരു ബൗണ്ടറിക്കുള്ളിൽ കയറി നിൽക്കുവാണ്. ഞാൻ പെട്ടുപോയി അല്ലെങ്കിൽ ഞാനാണ് വിക്ടിം ആയതെന്ന രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കാനോ ഒരു ആക്ഷൻ എടുക്കാനോ തയ്യാറല്ല. അങ്ങനെയാണ് നിങ്ങളുടെ നിപ്പ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ്, നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആക്ഷൻസ് എടുക്കുക. അപ്പോൾ ഇപ്പോൾ ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് വെച്ചേക്കുവാണെങ്കിൽ ബ്ലോക്ക് മാറ്റുക, ബൗണ്ടറിയൊക്കെ മാറ്റുക. എന്നിട്ട് നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് ഇന്നേ ദിവസം കിട്ടുന്ന ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്യുക. നിങ്ങൾ തീരുമാനമെടുത്താൽ മാറിപ്പോകുന്നൊരു ഡെസ്റ്റിനി ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് അതിൽ ഒരു ആക്ഷൻ എടുക്കാനൊക്കെയാണ് പറയുന്നത് കേട്ടോ. അടുത്തത് 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. മടിയനും മടിച്ചിയാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു മടി തോന്നാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും ഡാങ്കി ആയിരിക്കും, നമ്മൾ പറയുന്നത് ഡാങ്കി ആയിരിക്കും നടക്കുന്നത്. അതായത് ഒരു കാര്യവും വേഗത്തിൽ, സാധാരണയുള്ള ദിവസങ്ങളിൽ വേഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. എഴുന്നേക്കാൻ തന്നെ താമസമായിരിക്കും, എഴുന്നേറ്റാൽ തന്നെ പണിയെടുക്കാൻ ഭയങ്കര മടിയായിരിക്കും. എല്ലാ കാര്യത്തിലും ഭയങ്കര അലസത തോന്നാൻ സാധ്യതയുള്ളൊരു ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അലസതയാണ് കൂടുതലായിട്ടും, ലേസിനെസ് ആണ് കേട്ടോ. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠകളൊക്കെ ഇല്ലേ, പ്രതിഷ്ഠാ വാർഷികമോ പ്രതിഷ്ഠകളോ ഒക്കെ കാണാനായിട്ട്, അത് പ്രതിഷ്ഠ ഒക്കെ നടക്കുന്നിടത്തോ ഒക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൽ പോകാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ് 9 ഓഫ് കപ്സ്. ഓക്കെ നെക്സ്റ്റ് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ജോലിക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് പണം വരുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. പണം കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് നിങ്ങൾ സാലറിയൊക്കെ ആയിരിക്കും, അതായത് ഫ്രൂട്ട് ഓഫ് ദ ലേബറാണ്. അതായത് നിങ്ങൾ എന്താണോ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നിങ്ങൾ വിതച്ചത് കൊയ്യാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. പണമാണ് കൂടുതലായിട്ടും എയിം ചെയ്യുന്നത്. അപ്പം പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പം പണം മിക്കവാറും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അത് നിങ്ങൾ തന്നെ നിക്ഷേപിച്ചിട്ടുള്ള പണമാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളായിട്ട് പല കാലങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വളരെ ലക്ഷൂറിയസ് ആയിരിക്കും. അതായത് ഇപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര നല്ല വൃത്തിയായിട്ടായിരിക്കും പോകുന്നത്. വൃത്തിയായിട്ടെന്ന് വെച്ചാൽ കുറച്ച് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ലതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടായിരിക്കും പോകുന്നത്. കുറച്ച് ലക്ഷൂറിയസ് ആയിരിക്കും. നിങ്ങൾ ഇന്നത്തെ ലുക്ക് കണ്ടാൽ നല്ല ലക്ഷൂറിയസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങൾ കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് പുറത്ത് പോകാമെന്ന് വെച്ചു, ചില്ല് ചെയ്യാൻ വേണ്ടി പുറത്ത് പോകാൻ, ഒരു ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വെച്ചു. അപ്പം നിങ്ങളായിരിക്കും ചിലപ്പോൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് പണം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് നിങ്ങളായിരിക്കും ചിലപ്പോൾ പണം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകൂടി പോകുമ്പോൾ പണം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണത്തിന് മൂല്യം കൽപ്പിക്കണം, പണത്തിന് അനാവശ്യമായിട്ട് ചിലവാക്കി കളയരുത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് തന്നെയാണ് പണം നിങ്ങളുടെ കയ്യിൽ ധാരാളമായിട്ട് ഉണ്ടാവാൻ, ഇന്ന് ധാരാളമായിട്ട് പണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്ത് പോകാനും കൂടുതലായിട്ട് ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. ആവശ്യമില്ലാതെ പർച്ചേസിങ്ങിന് പോകരുത്. ഇപ്പോൾ ഓൺലൈനിൽ തന്നെ ഓൺലൈൻ പർച്ചേസിങ്ങിൻ്റെ സൈറ്റുകളിൽ കയറിയിട്ട് വെറുതെ റാൻഡമായിട്ട് പിക്ക് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത 9 ഓഫ് വാണ്ട്സ് ആണ്. അത് നിങ്ങൾക്ക് തന്നെ ഭയമുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അത് നിങ്ങൾ വേണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള കാര്യമായിരിക്കും. പല ദിവസങ്ങളായിട്ട് നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലോ വിഷ് ലിസ്റ്റിലോ ഇട്ട് വെച്ചേക്കുന്ന സാധനമായിരിക്കും. പക്ഷേ വാങ്ങിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിനുള്ള വല്ലാത്ത ടെൻഡൻസി, ആ സാധനം വാങ്ങിക്കാൻ വല്ലാത്തൊരു ടെൻഡൻസി തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില ആളുകൾ നിങ്ങളെ വിട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഭയം തോന്നും. ചില കാര്യങ്ങൾ വിട്ട് കളയണമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ വിട്ട് കളഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് ഭയങ്കരമായ ടെൻഷൻ തോന്നാൻ സാധ്യതയുണ്ട്. പേടി, ഭയം അത് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം അവരില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ ഇത് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റിൻ്റെ കാർഡാണ്. അപ്പം അവരെന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിങ്ങൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന നിങ്ങൾ വീണ്ടും അവരോട് ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകരുത്. നിങ്ങൾ നോ കോൺടാക്റ്റിലുള്ള ആളുകൾ അത് തന്നെ തുടരുക. നിങ്ങളായിട്ട് അങ്ങോട്ടൊരു കാര്യത്തിന് പോകരുത്
കേട്ടോ. ഇന്ന് എന്തോ ഒരു ഭയം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറേ പേര് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ചിലപ്പം നിങ്ങൾക്ക് പനിയായിരിക്കാം, ചുമയായിരിക്കാം, ജലദോഷമായിരിക്കാം, വയറുവേദനയായിരിക്കാം, കാലുവേദനയായിരിക്കാം, കൈവേദനയായിരിക്കാം, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കുന്ന ഒരു പറ്റ ആളുകളുണ്ട്. അതുപോലെ മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദം കാരണം ഉറങ്ങാതിരിക്കുന്ന കുറേ ആളുകളെ കാണാം. കാരണം മാനസികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കുമായിരുന്നായിരിക്കും. പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ ലേറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരികയും നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടി വരികയോ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് നിങ്ങൾ കരഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവുക നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രാത്രിയായിരിക്കും കടന്നു പോയത്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടൊരു ഉറക്കച്ചടവൊക്കെ. അടുത്തത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറേ പേർക്ക് പെണ്ണ് കാണൽ പോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ ആരെങ്കിലും പോകുമ്പോൾ അവരുടെ കൂടെ പോകാനോ നിങ്ങളായിട്ട് പെണ്ണ് കാണാൻ പോകാനോ പെണ്ണ് കാണലിന് കൂടെ പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. പെണ്ണ് അന്വേഷിച്ച് പോകുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങളിലേക്കൊരു ആലോചന വരുന്നതാകാം. നിങ്ങളിൽ നിന്ന് പോയ ആളുകൾ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വരുന്നതാവാം. എന്തായാലും ഒരു പെണ്ണ് കാണൽ പോലുള്ളൊരു ചടങ്ങ് പോലെ തോന്നുന്നുണ്ട്. കല്യാണം നിശ്ചയമാകാം, കല്യാണമാകാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തലേന്നോ കല്യാണത്തിനൊക്കെ പോകത്തില്ലേ, അതാവാനും സാധ്യതയുണ്ട് കേട്ടോ. കല്യാണത്തിന് പോയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്യാതറിങ്ങിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആരെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാവാം. എന്തോ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു സംഭവം, ചിലപ്പോൾ ഗിഫ്റ്റോ സർപ്രൈസ് എന്തെങ്കിലും കൊടുക്കുന്നതോ അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോകുന്നതോ കൂടെ പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പേജ് ഓഫ് വാണ്ട്സ് വന്നപ്പോൾ ഞാൻ ഓർത്തതേ ഉള്ളൂ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വരുമെന്ന്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. അതുപോലെ പണം പോലെ മൂല്യമുള്ള ഒരാളെയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെയോ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് കാണുന്നുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ വല്ലാതെ അവരെ മിസ് ചെയ്യും, അവരെ കാത്തിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻസ് ചിലപ്പം സമയം കിട്ടുമ്പോൾ മാനിഫെസ്റ്റേഷൻ എഴുതാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം സമയം പോലെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യാനോ അവരെക്കുറിച്ച് ആലോചിക്കാനോ അവരെ മിസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻസ് എഴുതാനോ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സമയത്ത് അവരെക്കുറിച്ച് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും അഭിപ്രായം ഗൈഡൻസ് ഒക്കെ ചോദിക്കുന്നതാകാം. ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരോടെങ്കിലും ഗൈഡൻസ് എടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവസാനിച്ച് പോയെടുത്തുന്ന പുതിയ തുടക്കമാണ്. ഇത് ഇവിടെയും പറയുന്നുണ്ടല്ലോ, ഏസ് ഓഫ് വാണ്ട് ഉണ്ട്, ഏസ് ഓഫ് സോഡ് ഉണ്ട്, പേജ് ഓഫ് വാണ്ട് ഉണ്ട്, ഏസ് ഓഫ് സോഡ് ഉണ്ട്, ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾ ഉണ്ട്. അതെല്ലാം പുതിയ തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ ഒരു നല്ല തുടക്കം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ് കേട്ടോ. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം അവസാനിച്ചിട്ട് ഒരു പുതിയ സൈക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നേ ദിവസം ആരംഭിക്കുന്നുണ്ടാവും. ഇന്ന് എന്തായാലും അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇത് തീർത്ഥാടനത്തിനൊക്കെ പോകുന്നതിൻ്റെ ഒരു കാർഡാണ് ഈ ഫുൾ കാർഡ്. അപ്പോൾ കുറേ പേര് അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകുന്നതാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ പ്രാർത്ഥിക്കുക. അതിങ്ങനെ അമ്പലത്തിൽ പോകണം പള്ളിയിൽ പോകണം എന്നൊന്നുമില്ല. എവിടെ ഇരിക്കുന്നോ അവിടെ. നമ്മുടെ മനസ്സാണ് ദൈവത്തിനുള്ള ആരാധനാലയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അവിടെ തന്നെ പോകണമെന്ന് നിർബന്ധം ഇല്ല. എവിടെ ഇരിക്കുന്നോ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. കൂടുതൽ സമയം പ്രാർത്ഥിക്കുക മീൻസ് നമ്മൾ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പോസിറ്റീവാണ്. അതാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യത്തില്ലേ നമുക്ക്. കാരണം അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ സംഭവിക്കുന്നത്, നെഗറ്റീവ് അല്ലല്ലോ. എല്ലാവരും പ്രാർത്ഥിക്കുമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മെഡിറ്റേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് ഏഞ്ചൽസിനുള്ള ഗൈഡൻസ് ഇല്ല, ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ഏഞ്ചൽസിന് നമ്മുടെ ഗൈഡൻസ് ആവശ്യമില്ലല്ലോ. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസാണ് നമുക്കിന്ന് തരുന്നത് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസാണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ്, നോ നീഡ് ടു വറി. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ഏഞ്ചൽസ് നോക്കിക്കോളും കേട്ടോ. ഏഞ്ചൽസിൻ്റെ കയ്യിലെല്ലാം ഭദ്രമാണ്. ഇറ്റ്സ് അപ് ടു യു. നിന്നോട് തീരുമാനം എടുക്കാനാണ് പറയുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെയും നിൻ്റെ ഫ്യൂച്ചറിൻ്റെയും നിൻ്റെ ഡെസ്റ്റിനിയുടെയും ഉത്തരവാദിത്തം നിനക്ക് മാത്രമാണ്. അപ്പോൾ നീയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇറ്റ് ഈസ് അപ് ടു യു. നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാനാണ് പറയുന്നത് കേട്ടോ.
നിനക്ക് എന്ത് വേണം? ഇറ്റ് ഈസ് അപ് ടു യു നോട്ട് ദ റൈറ്റ് ടൈം ഇംപ്രൂവിങ് ഹെൽത്ത്. അപ്പോൾ ഇന്ന് ഹെൽത്ത് നന്നായിട്ട് നോക്കണം കേട്ടോ. ഇവിടെ 9 ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ അസുഖമായതുകൊണ്ട് ഉറങ്ങാത്തവരാകാം, ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാൻ പോയതുകൊണ്ട് ഉറങ്ങാത്തവരാകാം, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവാം, നിങ്ങൾ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്, വയ്യാതിരിക്കുന്നതാവാൻ സാധ്യതയുണ്ട്, പെയിൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഓക്കെ. മിക്കവാറും നമ്മുടെ ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം മാനസികമായ അസ്വസ്ഥതകൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത്ര ശുഭമായ ഒരു ദിവസമല്ല തീരുമാനമെടുക്കാൻ. അപ്പോൾ ഇന്ന് അത് വേണ്ട. എന്തൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇന്നത് വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് അപ് ടു യു. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, പക്ഷേ ഇന്നല്ല ആ സമയം എന്നാണ് പറയുന്നത്. ലവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. ലവേഴ്സിൻ്റെ ഗൈഡൻസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ടാരോ റീഡ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് വേറെ ഒരു കാര്യവും പറഞ്ഞാൽ അറിഞ്ഞൂടാ. ടാരോ റീഡ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. എനിക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ എൻ്റെ അടുത്ത് നിന്ന് അതറിയാമോ ഇതറിയാമോ എന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് ടാരോ റീഡ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. അത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരുന്ന് ടാരോ റീഡ് ചെയ്യുന്നത്. എനിക്കത് മാത്രമേ അറിയുള്ളൂ. ഓക്കെ. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ടാരോ റീഡ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, മേക്ക് ദ എഫേർട്ട് എന്നാണ്. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. ഇവിടെ പറഞ്ഞില്ലേ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ നിങ്ങളായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങളായിട്ട് തന്നെ തീരുമാനം എടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. നിങ്ങൾ തന്നെ ഇതിനൊരു എഫേർട്ട് ഇടണം. മേക്ക് ദ എഫേർട്ട്. നിങ്ങളായിട്ട് എഫേർട്ട് ഇടണം. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. നിങ്ങൾ ഹൃദയം തുറന്നു വയ്ക്കാനാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്രമൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് ഹൃദയം തുറന്നു വെക്കൂ. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. നിങ്ങളുടെ സാധാരണയുള്ള എക്സ്പെക്റ്റേഷൻസ് പോലുള്ള ഒരാളല്ല നിങ്ങളുടെ സോൾമേറ്റ്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് ഇരിക്കണം. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. അപ്പോൾ ആദ്യമോ ഏഞ്ചൽസും പറഞ്ഞല്ലോ, നോട്ട് ദ റൈറ്റ് ടൈം എന്നും പറഞ്ഞു, ഇറ്റ് ഈസ് അപ് ടു യു എന്നും പറഞ്ഞു. അപ്പോൾ എന്തൊരു നെഗറ്റീവ് കാർഡുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എന്തായാലും ഒരു തീരുമാനം എടുക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇവിടെ റിലേഷൻഷിപ്പിലും പറയുന്നുണ്ട്, പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ അന്ധമായിട്ട് വിശ്വസിക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ റെഡ് ഫ്ലാഗ്സ് കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യുന്നുണ്ടാവത്തില്ല. അവരുടെ അന്ധമായ സ്നേഹം കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും അവർക്ക് നിങ്ങളോട് ഭയങ്കരമായ സ്നേഹമുണ്ട് എന്ന്. അങ്ങനല്ല, റെഡ് ഫ്ലാഗ്സ് ഉണ്ടോ എന്ന് നോക്കണം. നെക്സ്റ്റ്, യു ഡിസേർവ് ലവ്. നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പാകത്തിന് നിങ്ങളെ ഓപ്പൺ ആക്കി വെക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുന്നൊരു ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി സൺഡേ. ഹാപ്പി ആയിട്ടിരിക്കുക. ഫാമിലിയോടൊപ്പമാണ് ഉള്ളതെങ്കിൽ മാക്സിമം ടൈം ഹാപ്പി ആയിട്ട് ഫാമിലിയോടൊപ്പം തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവുക. കാരണം ഫാമിലി ടൈം എന്ന് പറയുന്നതാണ് കുഞ്ഞുങ്ങൾക്കുള്ള നല്ല മെമ്മറീസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മനോഹരമായ നിമിഷം നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ അവർക്ക് വേണം. അത് സൺഡേയ്സിലാണ് ഉണ്ടാകുന്നത്. ഞായറാഴ്ചകളാണ് അതിനുള്ള സമയം. മിക്കവാറും സൺഡേയ്സാണ്. ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്ന് വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുക, ഒരുമിച്ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എന്ന് ഡെലിബറേറ്റ് ആയിട്ടൊന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾ സാധാരണ ഇപ്പോൾ ഇത് കാണുന്നത് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ വെറുതെ വീട്ടിൽ പോയി ജോലിയൊന്നും ചെയ്യേണ്ട. ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അടുത്ത് പോയിട്ടൊന്ന് വർത്താനം പറഞ്ഞിരിക്കുമോ, അവരുടെ അടുത്ത് പോയിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണം. കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടിയിട്ട് എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യണം. അവരെയും കൂടെ ചേർത്തുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് കുറച്ച് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മൾ മെമ്മറീസാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുള്ളൂ. ബാക്കിയെല്ലാം ഫെയ്ഡഡ് ആണ്. എവറിത്തിങ് വിൽ ബി ഫെയ്ഡ് അവേ. ബാക്കി നിൽക്കുന്നത് കുറച്ച് നല്ല മെമ്മറീസ് മാത്രമായിരിക്കും. അപ്പോൾ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവട്ടെ. ഓരോ ദിവസം നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.